ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ +1 ക്ലാസ്സുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോട് കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളൊക്കെ മാറ്റി വെച്ച് നല്ല അടിപൊളിയായിട്ട് വേണം നമ്മുടെ +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യമാണ്, SSLC പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് പോലെയല്ല നമ്മുടെ ഈ ഒരു +1 +2 എന്ന് പറയുന്നത്. കാരണം സിലബസിൽ നല്ലൊരു ചേഞ്ച് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് പണ്ടുള്ള അല്ലെങ്കിൽ 10, 9, 8 ക്ലാസ്സുകളൊന്നും നമ്മൾ ചിലപ്പോൾ വൃത്തിയായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ആക്കണം അല്ലേ. കാരണം എപ്പോഴും നമ്മുടെ അടിത്തറ സെറ്റാക്കിയാലാണ് അതിന് മേലേക്ക് നമ്മൾ എന്ത് പണിതിട്ടും കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു +1 +2 നിങ്ങൾക്ക് ഫുള്ള് സെറ്റായിട്ട് പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അത് സെറ്റ് ആക്കേണ്ടത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ +1 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ബേസ് സെറ്റ് ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അത് നമ്മൾ മൺഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് വെക്കുന്നുണ്ട്. ആ ലൈവിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതിൽ എന്താണ് സംഭവം എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ഈ ബേസ് സെറ്റ് ആക്കാനായിട്ട് നമ്മൾ ചെയ്തു തരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൺഡേ രാത്രി ഈ താഴെ കാണുന്ന സമയത്ത് നമ്മളൊരു ലൈവ് വെക്കുന്നുണ്ട്. ആ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. കാരണം എപ്പോഴും നമ്മൾ നമുക്ക് ഒരു പാലം വേണം അല്ലേ. അതായത് നമുക്ക് നമ്മുടെ 10ാം ക്ലാസ്സിൽ ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, +1 എത്തിയിട്ടില്ല. 10ൽ നിന്ന് നേരെ +1 കടക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാലം വേണം അല്ലേ. ആ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കുറച്ച് സർപ്രൈസസും നമ്മൾ കാത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം മൺഡേ രാത്രി നടക്കുന്ന ഇവന്റിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിലാണ് ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അത് നമ്മുടെ ബാച്ചിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആയിരിക്കും എന്നുള്ള മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാച്ചിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ആ ഫീസിലേക്ക് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റ്, അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസും മോഡൽ എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒത്തിരി മറ്റു പല ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു എക്സാമിനർ ആപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ള് കുറേ സർപ്രൈസ് നിങ്ങളെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. അതെല്ലാതും വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ രാത്രി കാണാം.